കയ്യും കാലും മുള്ളുകമ്പി കൊണ്ട് കെട്ടിയ നിലയിലുള്ള ശവങ്ങൾ ഗ്രാമത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും പോലീസുകാർ കണ്ടെത്തുന്നു. എന്നാൽ പ്രതി ആരാണെന്ന് പോലീസിന് ഒരു പിടിയുമില്ല. ഓരോ കഥാപാത്രത്തെ കാണുമ്പോൾ ഇവനായിരിക്കാം പ്രതിയെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ക്ലൈമാക്സ് അത് വേറെ ലെവലാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുത്തനാണ് ആ സൈക്കോ കൊലയാളി. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു. എന്നാൽ പോലീസിന് പ്രതിയെ കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം ഒരു പോലീസുകാരനെ തന്നെ ആ കില്ലർ കൊല്ലുന്നു. അങ്ങനെ ജനങ്ങൾ പോലീസിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വരുന്നു. അതുകൂടാതെ സീനിയർ ഓഫീസർ നമ്മുടെ നായകനായ സീതാറാമിനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ സീതാറാം എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ കഴിഞ്ഞ കാലം ഓർക്കുന്നു. ഈ സീതാറാമിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് സീതാറാമിന് വലിയ കാര്യമായിരുന്നു. അങ്ങനെയിരിക്കെ അവളുടെ പ്രണയം അവളുടെ അച്ഛൻ അറിഞ്ഞു. അതോടെ സീതാറാമിന്റെ സഹോദരി കാമുകന്റെ കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ സീതാറാമിന് സഹോദരിയോട് ഒരു പിണക്കവും ഇല്ലായിരുന്നു. എന്നാൽ അവന്റെ അച്ഛന് ഓടിപ്പോയ മകളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഗർഭിണിയായ മകൾ തിരിച്ചു വന്നിട്ടും അച്ഛൻ അവളെ സ്വീകരിച്ചില്ല. അതിന് അവൾക്ക് അച്ഛനോടും സീതാറാമിനോടും ദേഷ്യം തോന്നുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം നായകന്റെ സഹോദരിയുടെ ഭർത്താവിന് ഇവരുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും കാണുന്നുണ്ടെങ്കിലും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. സീതാറാം ആ നാട്ടിൽ തന്നെ പോലീസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ സീതാറാം സ്ഥിരം ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടായിരുന്ന ഹോട്ടലുടമയായ ജയണ്ണ എന്നയാളെ കാണാനില്ല എന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യയും മകനും പരാതി കൊടുക്കുന്നു. അങ്ങനെ അവരോട് കേസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയെന്നൊരു കോൾ വരുന്നു. അങ്ങനെ അടുത്ത സീനിൽ സീതാറാം ആ ഡെഡ് ബോഡി കിട്ടിയ സ്പോട്ടിലേക്ക് എത്തി പരിശോധിക്കുന്നു. മരിച്ചയാൾ മറ്റാരുമായിരുന്നില്ല, അത് ആ ഹോട്ടലുടമ ജയണ്ണ ആയിരുന്നു. എന്നാൽ അതൊരു നോർമൽ കൊലപാതകമല്ല. അയാളുടെ കാലും കൈയും മുള്ളുകമ്പി കൊണ്ട് വരിഞ്ഞ് കെട്ടിയിരുന്നു. ശരീരത്തിൽ കുറേ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സീതാറാമിനോട് ഈ കൊലയാളി ഒരു സാധാരണ വ്യക്തി ആയിരിക്കില്ല, മനോനില തെറ്റിയ ആരെങ്കിലും ആയിരിക്കും. കാരണം 50-ലധികം മുറിവുകൾ ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്നു. കില്ലർ ക്രൂരമായി ഇഞ്ചിഞ്ചി ആയിട്ടാണ് ഇയാളെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊലയാളി ഒരു സൈക്കോ ആയിരിക്കുമെന്ന് ഡോക്ടർ പറയുന്നു. അന്നേരം തന്നെ ഒരുത്തൻ ഒരാളെ കുത്തിക്കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ മരിച്ച ജയണ്ണയുടെ ശവസംസ്കാരം കാണിക്കുന്നു. അന്നേരം തന്നെ വേറൊരു പോലീസ് വന്ന് നായകനോട് വേറൊരു ഡെഡ് ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഡെഡ് ബോഡിയും ഇതേപോലെ കൈക്കും കാലിനും മുള്ളുകമ്പി ചുറ്റി മുറിവേൽപ്പിച്ച് കൊന്നുകളഞ്ഞ അവസ്ഥയിലായിരുന്നു. രണ്ടു കൊലപാതകവും ഒരേപോലെയാണ് നടന്നിരിക്കുന്നത്. മരിച്ചവന്റെ പേര് അശോക് എന്നാണ്. അയാൾ ഒരു ക്യാബ് ഡ്രൈവർ ആയിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു അയാൾക്ക് ജോലി. നാട്ടിലേക്ക് വന്നിട്ട് 10-15 ദിവസമേ ആയിട്ടുള്ളൂ. ഒരാഴ്ച മുമ്പ് തന്നെ അയാൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയിരുന്നുവെന്ന് അയാളുടെ സുഹൃത്ത് സീതാറാമിനോട് മൊഴി നൽകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ സീതാറാം തന്റെ ടീമിനോട് കൊലയാളി ഒരു സൈക്കോ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ അവൻ കൊല ചെയ്യുന്നത് ഇനിയും തുടരും. അതുകൊണ്ട് ടൗണിലേക്ക് വരുന്ന എല്ലാ മെയിൻ റോഡുകളും ബ്ലോക്ക് ചെയ്ത് ചെക്ക് ചെയ്യണം. അതുകൂടാതെ എല്ലാ വീട്ടിലും ഒരു ശ്രദ്ധ വേണം. പിന്നെ പുതിയതായി ആരെങ്കിലും നഗരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ സീതാറാം തന്റെ സബോർഡിനേറ്റ്സിനോട് പറയുന്നു. അന്നേരം നേരത്തെ ഒരുത്തനെ കുത്തിക്കൊന്നവൻ ഒരു ബാഗും എടുത്ത് സീതാറാമിനെ കാണാൻ വരുന്നു. അയാളുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അയാൾ സീതാറാമിനെ കാണാൻ വന്നത് അയാളുടെ മകളെ ഒരുത്തൻ സ്ഥിരം ശല്യം ചെയ്യുന്നു, അവനെ ഒന്ന് പേടിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി ായിരുന്നു സെബാസ്റ്റ്യൻ അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സീതാറാമിനോട് പറഞ്ഞ ശേഷം സെബാസ്റ്റ്യൻ തിരിച്ചു പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ സീതാറാമിനോട് ഒരു ബാർ മുതലാളി ഈ മരിച്ച ജയണ്ണയുടെ മകൾ എന്റെ ഭാര്യയുടെ അടുത്താണ് പാട്ട് പഠിക്കാൻ വരുന്നത്. അങ്ങനെയിരിക്കെ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്നും ഈ ജയണ്ണ 50,000 രൂപ കടം വാങ്ങിയിരുന്നു. കടം വാങ്ങാൻ കാരണം ആ ടിപ്പർ ഓടിക്കുന്ന പിള്ളേര് ഇയാളെ കാശിന്റെ കാര്യം പറഞ്ഞ് സ്ഥിരം ശല്യം ചെയ്തിരുന്നു. അതുകൂടാതെ അവർ ഇവിടെയും പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവർ കുറച്ച് കുഴപ്പക്കാരാണെന്നൊക്കെ ആ ബാറുടമ സീതാറാമിനോട് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ കെഞ്ച എന്നയാൾ മീൻ പിടിക്കുന്നതിനിടെ കാട്ടിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാൽ ഒരു നിലവിളി ശബ്ദത്തോടെ അയാളെ കാണാതാവുന്നു. ഇതേ സമയം സീതാറാം ആ ടിപ്പർ തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നു. അന്നേരം അവർ ഈ ജയണ്ണ ഞങ്ങൾക്ക് 12,000 രൂപ തരാനുണ്ടായിരുന്നു, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം തന്നെ സെബാസ്റ്റ്യൻ അങ്ങോട്ടേക്ക് വന്ന് അയാളുടെ മകളെ ശല്യം ചെയ്യുന്നവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും സീതാറാമിന് കൈമാറുന്നു. അന്നേരം ഒരു പോലീസ് ഓഫീസർ വന്ന് കെഞ്ച എന്നയാളെ മിസ്സായ കാര്യം സീതാറാമിനോട് പറയുന്നു. അങ്ങനെ സീതാറാം കെഞ്ച മിസ്സായ സ്പോട്ട് പരിശോധിക്കുന്നു. അന്നേരം അവിടെ പഴയൊരു വണ്ടിയുടെ ബോഡി പാർട്ട് സീതാറാമിന് കിട്ടുന്നു. അല്ലാതെ വേറെ ഒരു തെളിവും സീതാറാമിന് അവിടെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഈ മിസ്സിംഗ് കേസും ബാക്കിയുള്ള കേസ് പോലെ സൈക്കോയുടെ പണി ആയിരിക്കുമോ എന്ന് സീതാറാം ആലോചിക്കുന്നു. അന്നേരം ഒരു പോലീസുകാരൻ പാതി മയക്കത്തിലായിരുന്ന സീതാറാമിനെ ഉണർത്തുന്നു. അന്നേരം സീതാറാം അയാളോട് ദിവസവും ഓരോ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ആ കൊലയാളിയുടെ പണിയാണെങ്കിൽ അവൻ നമ്മളെക്കാളും ഒരുപാട് സ്റ്റെപ്പ് മുന്നിലാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ പോലീസുകാരനുമായി സംസാരിക്കുന്നതിന് ഇടയിൽ സീതാറാം ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. താൻ ഓഫീസ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന തന്റെ സർവീസ് ഗൺ കാണാനില്ല. സീതാറാമും മറ്റു പോലീസുകാരും ആ ഗണ്ണ് ആ പോലീസ് സ്റ്റേഷൻ മുഴുവനും തിരയുന്നു. എന്നാൽ ആ ഗണ്ണ് അവിടെ എവിടെയുമില്ല. എന്നാൽ ഇതേ സമയം സെബാസ്റ്റ്യന്റെ വീട് കാണിക്കുന്നു. അവനാണ് സീതാറാമിന്റെ ഗണ്ണ് മോഷ്ടിച്ചത്. എന്നാൽ ഇതറിയാതെ സീതാറാം ആ ടിപ്പർ തൊഴിലാളികളായിരിക്കും തന്റെ ഗണ്ണ് മോഷ്ടിച്ചത് എന്ന് കരുതി അവരെ പിടിച്ചുകൊണ്ടുവന്ന് തല്ലി ഗണ്ണ് എവിടെയെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്നാൽ അവർ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു.
അടുത്ത സീനിൽ സെബാസ്റ്റ്യൻ പരാതി കൊടുത്ത പയ്യന്റെ ഫോട്ടോ കണ്ട് അവനെ വിളിച്ച് വാൺ ചെയ്യാൻ സീതാറാം ഏൽപ്പിച്ച പോലീസുകാരൻ ഞെട്ടുന്നു. കാരണം ഈ പയ്യനെ കാണാതായിട്ട് 3 മാസമായി. അങ്ങനെ ഇക്കാര്യം അറിഞ്ഞ സീതാറാം ആ പയ്യനെ കാണാതായി എന്ന് പരാതി കൊടുത്തവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ആ പയ്യന്റെ അമ്മ സ്റ്റേഷനിലേക്ക് വന്ന് സീതാറാമിനോട് എന്തു പറ്റി സാർ, എന്റെ മകനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, അവനെ കണ്ടുകിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം സീതാറാം അവനെ കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല, എന്നാൽ നിങ്ങളുടെ മകനെതിരെ സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം ആ പയ്യന്റെ അമ്മ അയാൾക്ക് പ്രാന്താണ്, അയാളുടെ മകൾ മരിച്ചിട്ട് 3 മാസമായി, അയാൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കും, സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുകയെന്ന് സീതാറാമിനോട് പറയുന്നു. ഇത് കേട്ട സീതാറാം ഒന്ന് ഞെട്ടുന്നു. അവന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. അങ്ങനെ സീതാറാം തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയി ഈ സെബാസ്റ്റ്യനെ കുറിച്ച് അന്വേഷിക്കുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന SI ഈ സെബാസ്റ്റ്യൻ ഒരു മനോരോഗിയാണ്, അയാളുടെ മകൾ 3 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു, അതിനുശേഷം കാണാതായ ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവൻ എന്റെ മകളെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കലാണ് ഇപ്പോ പണിയെന്ന് പറയുന്നു. അതുമാത്രമല്ല സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ സ്റ്റാഫും നാട്ടുകാരും എല്ലാവരും അയാൾ ഒരു ഭ്രാന്തനാണെന്ന് സീതാറാമിനോട് പറയുന്നു. അതുകൂടാതെ ഈ സെബാസ്റ്റ്യൻ കത്തി കൊണ്ട് ആരെയോ കുത്തുന്നത് ഒരു പോലീസുകാരൻ കാണുന്നു. അങ്ങനെ ഈ സെബാസ്റ്റ്യൻ ആയിരിക്കാം സൈക്കോ കില്ലർ എന്ന് സീതാറാമും കൂടെയുള്ള പോലീസുകാരും ഉറപ്പിക്കുന്നു. അതുകൂടാതെ സീതാറാമിന്റെ ഗണ്ണ് മോഷ്ടിച്ചത് ഈ സെബാസ്റ്റ്യൻ ആയിരിക്കാമെന്ന് സീതാറാം ഉറപ്പിക്കുന്നു. ഇതേ സമയം സെബാസ്റ്റ്യൻ അവനൊരു മുഴുപ്രാന്തനാണ്. സമൂഹം അവനെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് അവന്റെ മനസ്സാകെ തകർന്നിരുന്നു. അതിനിടയിൽ മകൾ ഒരുത്തനെ പ്രണയിക്കുന്നതറിഞ്ഞ സെബാസ്റ്റ്യൻ ആ പയ്യൻ തന്റെ മകളെ കാണാൻ വന്ന ദിവസം സെബാസ്റ്റ്യൻ അവനെ കുത്തി കൊല്ലുന്നു. ശേഷം സെബാസ്റ്റ്യന്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ സെബാസ്റ്റ്യന് മരിച്ച മകളെ ഹാലൂസിനേഷനായി തോന്നുന്നു. അങ്ങനെ മരിച്ച തന്റെ മകൾ തന്നോട് സംസാരിക്കുന്നത് പോലെയും തന്റെ കൂടെ ഉള്ളതുപോലെയൊക്കെ സെബാസ്റ്റ്യന് തോന്നുന്നുണ്ട്. മകളുടെ മരണം സെബാസ്റ്റ്യന് ആക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിരുന്നില്ല. അങ്ങനെ സീതാറാം സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് വന്ന് മകളെ കുറിച്ച് അന്വേഷിക്കുന്നു. അന്നേരം സെബാസ്റ്റ്യൻ മരിച്ച മകൾ അകത്തുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. അതോടെ സീതാറാം സെബാസ്റ്റ്യൻ ഒരു മനോരോഗിയാണെന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ സീതാറാമിന് കുടിക്കാനായി ചായ എടുക്കാൻ പോയ ഗ്യാപ്പിന് സീതാറാം ആ വീട് മുഴുവൻ പരിശോധിക്കുന്നു. ആ വീട് മുഴുവനും മാറാല പിടിച്ച് വൃത്തിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ഒരു അടച്ചിട്ട മുറിയിൽ അഴുകിയ നിലയിൽ ഒരു ഡെഡ് ബോഡിയും ഉണ്ടായിരുന്നു. അന്നേരം തന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സീതാറാമിനെ സെബാസ്റ്റ്യൻ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ സെബാസ്റ്റ്യനും സീതാറാമും ഒരു പിടിവലി നടക്കുന്നു. അതിനിടയിൽ പുറത്തുനിന്നും പോലീസുകാർ വന്ന് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സൈക്കോ സീരിയൽ കില്ലറെ കണ്ടെത്തിയ നായകനെ സീനിയർ ഓഫീസർ വിളിച്ച് അഭിനന്ദിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം ഇവരുടെ കൂട്ടത്തിലെ വസന്ത് എന്ന പോലീസുകാരനെ ആ സൈക്കോ ക്രൂരമായി കുത്തി കൊല്ലുന്നു. അങ്ങനെ ആ മരിച്ച പോലീസുകാരന്റെ ഡെഡ് ബോഡി ഗ്രാമവാസികൾ കണ്ടെത്തുന്നു. അങ്ങനെ സ്പോട്ടിലെത്തിയ സീതാറാമിനെ ഇത് ആ സൈക്കോ തന്നെയാണ് കൊന്നതെന്ന് മനസ്സിലാവുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സെയിം ആണ്. അങ്ങനെ സെബാസ്റ്റ്യനാണ് സൈക്കോ എന്ന് കണ്ടെത്തിയ സീതാറാമിനെ മേലുദ്യോഗസ്ഥൻ വിളിച്ച് വഴക്ക് പറയുന്നു. ഈ കേസ് നിന്റെ കരിയറിലെ ബ്ലാക്ക് മാർക്ക് ആയിരിക്കും എന്നൊക്കെ മേലുദ്യോഗസ്ഥൻ സീതാറാമിനോട് പറയുന്നു. അതിനിടെ നാട്ടുകാരും പോലീസിനെതിരെ പ്രതിഷേധവുമായി എത്തുന്നു. അങ്ങനെ അടുത്ത സീനിൽ മരിച്ച വസന്ത് എന്ന പോലീസുകാരന്റെ സാധനങ്ങൾ ഏറ്റുവാങ്ങാൻ വന്ന അയാളുടെ ഭാര്യയും മകളെയും സീതാറാം ആശ്വസിപ്പിക്കുന്നു. ശേഷം അവർ വസന്തിന്റെ യൂണിഫോമും വാങ്ങി ഇറങ്ങാൻ നേരം അതിൽ നിന്നും അയാളുടെ മകളുടെ മ്യൂസിക് ക്ലാസ്സിൽ കൊടുത്ത ഫീസിന്റെ റെസിപ്റ്റ് താഴെ വീഴുന്നു. അന്നേരം വസന്തിന്റെ ഭാര്യ അത് ഞങ്ങളുടെ മകൾ മ്യൂസിക് ക്ലാസ്സിന് പോയ ഫീസിന്റെ റെസിപ്റ്റ് ആണ്, വസന്തിന് മകൾ മ്യൂസിക് പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അന്നേരം ആ റെസിപ്റ്റ് കണ്ട നായകന് ചില സംശയങ്ങൾ തോന്നുന്നു. കാരണം മരിച്ച എല്ലാവർക്കും പെൺകുട്ടികളുണ്ട്. അതുമാത്രമല്ല അവരുടെ മക്കൾ എല്ലാവരും ഒരേ പാട്ട് ടീച്ചറുടെ കീഴിലാണ് പാട്ട് പഠിക്കുന്നത് എന്ന കാര്യം സീതാറാം മ്യൂസിക്കൽ ടീച്ചറോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. നേരത്തെ മരിച്ച ജയണ്ണയ്ക്ക് കാശ് കൊടുത്ത് സഹായിച്ചത് ഈ മ്യൂസിക് ടീച്ചറുടെ ഭർത്താവാണ്. അങ്ങനെ മ്യൂസിക് ക്ലാസ്സിലെത്തി ആ മ്യൂസിക് ടീച്ചറുടെ കീഴിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത ശേഷം സീതാറാം തന്റെ കീഴുദ്യോഗസ്ഥനോട് ഈ സ്ഥലമാണ് ക്രൈം ഓഫ് സെന്റർ, അതുകൊണ്ട് ഈ സ്ഥലം ഒബ്സർവേഷനിൽ വെക്കാൻ പറയുന്നു. അതുകൂടാതെ ഈ കൊലകളൊക്കെ ചെയ്യുന്ന സൈക്കോയ്ക്ക് ഈ മരിച്ച ആൾക്കാരുടെ മക്കളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ പെൺകുട്ടി ആ കില്ലർ വല്ലാണ്ട് സ്നേഹിച്ചിരുന്നിരിക്കണം. ചിലപ്പോൾ ആ പെൺകുട്ടി കില്ലറുടെ ജ്യേഷ്ഠത്തിയായിരിക്കാം, അല്ലെങ്കിൽ അനിയത്തിയായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ കാമുകിയായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അതുകൂടാതെ കില്ലർക്ക് വേണ്ടപ്പെട്ട ആ പെൺകുട്ടിയെ അവളുടെ പിതാവ് വളരെയധികം ഉപദ്രവിച്ചിരുന്നിരിക്കാം. പിന്നെ നമ്മൾ ഈ കൊലയാളുടെ മോട്ടീവ് ഇത്രയും കാലം മിസ് ചെയ്തിരുന്നു. അതേപോലെ വേറെ എന്തോ ഒരു ക്ലൂ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആ ക്ലൂ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ നമുക്കത് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ക്രൈം സ്പോട്ടിലേക്ക് ഒന്നുകൂടി പോയി ഡീറ്റെയിൽ ആയി പരിശോധിക്കണമെന്ന് പറഞ്ഞ ശേഷം സീതാറാം തന്റെ ടീമിനെ കൊല നടന്ന സ്പോട്ടിലേക്ക് ഡീറ്റെയിൽ ആയി പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്നു. എന്നാൽ അവരുടെ ടീം എത്ര അന്വേഷിച്ചിട്ടും ഒരു തെളിവും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ സീതാറാം കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു. എന്നാൽ അവിടെ നിന്നും സീതാറാമിന് ഒന്നും തന്നെ കിട്ടുന്നില്ല. അന്നേരം ഈ കൊല്ലപ്പെട്ട എല്ലാവരുടെ വീട്ടിലും ഒരു വീണയുടെ രൂപം ഉണ്ടായിരുന്നു. ആ രൂപം മരിച്ചവരുടെ പെൺകുട്ടികൾക്ക് വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയതാണ്. അങ്ങനെ സീതാറാം മ്യൂസിക്കൽ സ്റ്റുഡന്റ് റെക്കോർഡിൽ നിന്നും 10നും 15നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ കണ്ടെത്തി അവരുടെ വീട്ടിൽ പോയി വീണയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ ആരുടെ വീട്ടിലും ഈ വീണ ഇല്ലായിരുന്നു. അന്നേരം സീതാറാം വേറൊരു കാര്യം ഓർക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ സീതാറാം സെബാസ്റ്റ്യനെ കുറിച്ച് അന്വേഷിക്കാൻ തൊട്ടടുത്തുള്ള
സ്റ്റേഷനിലേക്ക് പോയപ്പോൾ സെബാസ്റ്റ്യന്റെ കേസ് റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് ഇടയിൽ വേറൊരു കേസ് ഫയലിൽ ഈ വീണയുടെ ഫോട്ടോ സീതാറാം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ സീതാറാം തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയി ആ കേസ് ഫയൽ കണ്ടെത്തി പരിശോധിക്കുന്നു. ആ ഫയൽ തുറന്നു നോക്കിയ സീതാറാം ഞെട്ടുന്നു. കാരണം ആ ഫയലിൽ ഇവർ അന്വേഷിക്കുന്ന വീണയുടെ ഫോട്ടോ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇതുവരെ കൊല ചെയ്യപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു ആ കേസ് ഫയലിലെ വിക്ടിം കൊല ചെയ്യപ്പെട്ടത്. കൈയും കാലും മുള്ളുകമ്പി കൊണ്ട് കെട്ടി 55 തവണ കുത്തി ചോര വാർന്നാണ് അയാളും മരിച്ചത്. മുറിപ്പാടുകൾ വരെ സെയിം. ശേഷം സീതാറാം ഈ കേസ് അന്വേഷിച്ച ശ്രീനാഥ് എന്ന പോലീസുകാരനെ കാണാൻ പോകുന്നു. അയാൾ ഇപ്പോൾ റിട്ടയർഡ് ആണ്. അങ്ങനെ സീതാറാം ശ്രീനാഥിനോട് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. അന്നേരം ശ്രീനാഥ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകമായിരുന്നു ഈ കൊല. ഈ മരണപ്പെട്ടയാളുടെ പേര് അച്യുതൻ എന്നായിരുന്നു എന്ന് പറഞ്ഞ് ശ്രീനാഥ് ആ കൊലക്കേസ് വിവരിക്കുന്നു. 23 വർഷം മുമ്പ് നടന്നതാണ് ഈ കൊലപാതകം. അന്ന് മഞ്ച എന്നൊരു പയ്യൻ ആ നാട്ടിലെ പ്രമാണിയുടെ മകളെ സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം ഈ മരിച്ച അച്യുതൻ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അന്നേരം മഞ്ച ഇത് പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് അച്യുതന്റെ കാല് പിടിച്ചു അപേക്ഷിച്ചു. എന്നാൽ അച്യുതൻ ഇക്കാര്യം മുഴുവനും ആ പെൺകുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛൻ അയാളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീക്ക് പൈസ കൊടുത്ത് ഈ മഞ്ച തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി പോലീസിന് കുടിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യാത്ത തെറ്റിന് മഞ്ച 1 വർഷം ശിക്ഷ അനുഭവിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ബലാത്സംഗ കേസിന് ശിക്ഷിച്ച മകനെ അവന്റെ വാക്കുകൾ കേൾക്കാതെ അവനെ വിശ്വസിക്കാതെ മഞ്ചയുടെ അമ്മ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. അതുമാത്രമല്ല അവൻ ജീവനതുല്യം സ്നേഹിച്ച കാമുകിയുടെ കല്യാണവും കഴിഞ്ഞിരുന്നു. അങ്ങനെ തന്റെ ജീവിതം തകർത്ത അച്യുതനോടുള്ള പക കാരണം മഞ്ച അയാളുടെ മകളെ കണ്ണൊക്കെ കെട്ടി ഒരു ഒഴിഞ്ഞ ഷെഡിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. ശേഷം സെബാസ്റ്റ്യന്റെ ഒന്നിച്ച് മദ്യപിച്ച് അതുവഴി വന്ന അച്യുതനെയും മഞ്ച അതേ ഷെഡിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. ശേഷം മഞ്ച നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടുന്നു. അങ്ങനെ നാട്ടുകാർ വന്ന് നോക്കിയപ്പോൾ അച്യുതൻ തന്റെ സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ എല്ലാവരും അച്യുതനെ മർദ്ദിക്കുന്നു. അങ്ങനെ ആ ദുഃഖത്തിൽ അച്യുതന്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ മഞ്ച കരുതിയതുപോലെ അച്യുതൻ ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് ദുഃഖിച്ചില്ല. അവൻ പഴയ പോലെ തന്നെ ഒരു കൂസലുമില്ലാതെ കള്ളും കുടിച്ച് ജീവിച്ചു. ഇത് കണ്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ മഞ്ച അയാളെ കൊലപ്പെടുത്തി കടന്നുകളഞ്ഞു. എന്നാൽ മഞ്ച അച്യുതന്റെ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട മഞ്ചയെ പിന്നീട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവന്റെ ഒരു വിവരവുമില്ല. എന്നാൽ അന്ന് ഇങ്ങനൊരു കൊല നടക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അച്യുതന്റെ കൊലയോടെ ആ ഒരു കാരണത്തിന് അവസാനം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ആ കൊല വീണ്ടും നടക്കുന്നുവെങ്കിൽ അതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ശ്രീനാഥ് പറയുന്നു. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ സീതാറാം മഞ്ചയുടെ ഇപ്പോഴത്തെ വീട്ടിലെത്തി അവനെ കുറിച്ച് അന്വേഷിക്കുന്നു. അന്നേരം മഞ്ചയുടെ അമ്മ അവൻ അന്ന് ഇവിടെ നിന്ന് പോയതാണ്, അതിനുശേഷം അവന്റെ ഒരു വിവരവുമില്ല എന്ന് പറയുന്നു. അതുകൂടാതെ ആ വീടിനകത്ത് എവിടെയും മഞ്ച ഇല്ലായിരുന്നു. എന്നാൽ അവിടെ നടന്ന കല്യാണത്തിൽ മഞ്ച പങ്കെടുത്തിരുന്നു. കല്യാണ കാസറ്റിൽ നിന്നും മഞ്ചയെ സീതാറാം തിരിച്ചറിയുന്നു. ഈ മഞ്ചയെ സീതാറാം മുമ്പ് കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ മരിച്ചവരുടെ ബോഡിയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഈ മഞ്ച. അങ്ങനെ മഞ്ച താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ പോയി പോലീസ് അന്വേഷിക്കുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് രാവിലെ തന്നെ ബാഗും എടുത്ത് സ്ഥലം വിട്ടിരുന്നു. ഇതേ സമയം സീതാറാം അന്വേഷിക്കുന്ന വീണ വേറൊരു വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തുന്നു. ഇത്തവണ വീണ വഴിയിൽ നിന്നും കിട്ടിയത് മറ്റാർക്കുമല്ല, അത് നമ്മുടെ സീതാറാമിന്റെ സഹോദരിയുടെ മകൾക്കാണ്. അങ്ങനെയാണെങ്കിൽ സൈക്കോയുടെ നെക്സ്റ്റ് ടാർഗറ്റ് സീതാറാമിന്റെ സഹോദരിയുടെ ഭർത്താവാണ്, അതായത് സീതാറാമിന്റെ അളിയൻ. ഇക്കാര്യം അറിയിക്കാൻ സീതാറാം സഹോദരിയുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ എന്റെ ഭർത്താവും ജീവിച്ചാലും മരിച്ചാലും നിനക്കെന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് സീതാറാമിന്റെ സഹോദരി അവനെ ഇറക്കിവിടുന്നു. ശേഷം സീതാറാമിന്റെ സഹോദരി ഭർത്താവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സീതാറാം സഹോദരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഇതേ സമയം സീതാറാമിന്റെ അളിയൻ ഒരു കസ്റ്റമറുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. സീതാറാം അളിയൻ അപകടത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടി കുറെ പ്രാവശ്യം അളിയനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഫോൺ എടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ അളിയനെ അന്വേഷിച്ചിറങ്ങിയ സീതാറാം അളിയനെ ടൗണിൽ വെച്ച് കണ്ടെത്തി ഫോളോ ചെയ്യുന്നു. കൂടാതെ പോലീസുകാരോട് അളിയനെ ശ്രദ്ധിക്കാനും ഏർപ്പാടാക്കുന്നു. അന്നേരമാണ് സീതാറാം ഒരു തുണിക്കടയുടെ കവർ മഞ്ചയുടെ വീട്ടിൽ കണ്ട കാര്യം ഓർക്കുന്നത്. അങ്ങനെ ആ തുണിക്കടയിലെ CCTV ചെക്ക് ചെയ്തപ്പോൾ മഞ്ച അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്ന CCTV ഫുട്ടേജ് സീതാറാമിന് ലഭിക്കുന്നു. അങ്ങനെ സീതാറാം നേരെ മഞ്ചയുടെ വീട്ടിൽ പോയി തട്ടിൻപുറത്ത് ഒളിച്ചിരിക്കുന്ന മഞ്ചയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ മഞ്ച സ്റ്റേഷനിൽ വെച്ച് സീതാറാമിനോട് ഞാനൊന്നും ചെയ്തിട്ടില്ല, പണ്ടും അച്യുതനെ കൊന്നത് ഞാനല്ല, ഞാൻ അയാളെ കൊല്ലാനായി ചെന്നപ്പോഴത്തേക്കും അയാളെ വേറെ ആരോ കൊന്നിരുന്നു. എന്നാൽ ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ട നാട്ടുകാർ എന്നെ പ്രതിയാക്കി. അങ്ങനെ ആ കേസിൽ പ്രതിയാവാതിരിക്കാൻ ഞാൻ നാടുവിട്ടു. അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിലെ മോർച്ചറി അറ്റൻഡറായി ജോലിയിൽ കയറി. ഇവിടെ വരുന്ന ഓരോ ബോഡി കീറി മുറിക്കുമ്പോഴും അത് അച്യുതനാണെന്ന് സങ്കല്പിച്ചാണ് ഞാൻ ആ ഡെഡ് ബോഡി കീറി മുറിക്കാറ്. എന്നാൽ ഒരു ദിവസം അച്യുതൻ മരിച്ച പോലെ ഒരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ആ ബോഡി കണ്ട് ഞാൻ ആകെ ഭയന്നു. ഈ കൊലക്കുറ്റവും എന്റെ തലയിൽ ആകുമോ എന്നോർത്ത് ഞാൻ ഈ നാട് വിടാൻ തീരുമാനിച്ചു എന്നൊക്കെ മഞ്ച സീതാറാമിനോട് പറയുന്നു. അന്നേരം സീതാറാം, നീ നിരപരാധി ആണെങ്കിലും നീ ഒരു ദുഷ്ടനാണ്. അച്യുതൻ നിന്റെ ജീവിതം തകർത്തത് ശരിയാണ്. പക്ഷെ നീ എന്താണ് ചെയ്തത്? നീ ആരുടെ ജീവിതമാണ് തകർത്തത്? അച്യുതന്റെ മകളുടെ ജീവിതമാണ് നീ തകർത്തത്. അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ആ പെൺകുട്ടിയെ നീ സമൂഹത്തിന് മുന്നിൽ കരിവാരി തേച്ചു. ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതുകൂടാതെ നിന്നെ വിശ്വസിക്കാൻ ഒരൊറ്റ റീസൺ പോലുമില്ല എന്നൊക്കെ സീതാറാം അവനോട് പറയുന്നു. അങ്ങനെ തന്റെ ജീവിതം ഇവിടെ തീർന്നുവെന്ന് മനസ്സിലാക്കിയ മഞ്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. അതോടെ
ഇതോടെ സീതാറാം സംശയിച്ച മഞ്ജുവുമല്ല സൈക്കോ, പിന്നെ ആരാണ് ആ സൈക്കോ? അങ്ങനെ അടുത്ത സീനിൽ സീതാറാമിന്റെ ചേച്ചി സ്റ്റേഷനിൽ വന്ന് സീതാറാമിനോട് എന്റെ ഭർത്താവ് ഇതുവരെ തിരിച്ചെത്തിയില്ല, അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നും സങ്കടത്തോടെ സീതാറാമിനോട് പറയുന്നു. അങ്ങനെ തന്റെ അളിയനെ രക്ഷിക്കാൻ ഇറങ്ങിയ സീതാറാമിനെ അവന്റെ അളിയൻ വിളിച്ച് എന്നെ ഈ വലയൊക്കെ ഇട്ടുവെച്ചിരിക്കുന്ന സ്ഥലത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്നെ ഇപ്പോൾ അവൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ സീതാറാം തനിക്ക് കോൾ വന്ന നമ്പർ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടെത്തുന്നു. എന്നാൽ അത് ഇവരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കില്ലർ സെറ്റ് ചെയ്തൊരു ട്രാപ്പ് ആയിരുന്നു. കില്ലർ അളിയൻ സംസാരിച്ച ഫോൺ ഒരു വണ്ടിയിൽ വെച്ചതായിരുന്നു. ആ വണ്ടിയെ ട്രാക്ക് ചെയ്താണ് സീതാറാമും പോലീസും എത്തിയത്. അങ്ങനെ താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സീതാറാം നടന്ന ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നു. അന്നേരം നേരത്തെ അളിയൻ രക്ഷിക്കണമെന്ന് പറയാൻ വിളിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പഴയ ടേപ്പ് റെക്കോർഡറിൽ നിന്നും ഒരു കീർത്തനം പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതേപോലത്തെ ടേപ്പ് റെക്കോർഡറിൽ നിന്നുള്ള ഒരു കീർത്തനം സീതാറാം ഈയിടയ്ക്ക് കേട്ടിരുന്നു. ആ കീർത്തനം കേട്ടത് മറ്റെങ്ങുമല്ല, ഇവരുടെ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന രത്നമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു ആ കീർത്തനം സീതാറാം കേട്ടത്. ഈ രത്നമ്മ മരിച്ചതറിഞ്ഞ് സീതാറാം അവരുടെ മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയപ്പോഴായിരുന്നു ഈ കീർത്തനം കേട്ടത്. ഈ രത്നമ്മയുടെ മകനായിരിക്കാം കൊലയാളിയെന്ന് സീതാറാം സംശയിക്കുന്നു. സീതാറാമിന് ഒരു ക്രൈം സ്പോട്ടിൽ നിന്നും ഒരു വണ്ടിയുടെ ചെറിയൊരു കഷ്ണം കിട്ടിയിരുന്നില്ലേ, അതേപോലത്തെ ഒരു വണ്ടി രത്നമ്മയുടെ മകനും ഉണ്ടായിരുന്നു. ഇതേ സമയം രത്നമ്മയുടെ മകൻ സീതാറാമിന്റെ അളിയനെ കൊല്ലാനായി കൈക്കും കാലിനും മുള്ളുകമ്പി കിട്ടുന്നു. സത്യത്തിൽ ഇവൻ രത്നമ്മയുടെ മകനല്ല. ഇവൻ ശരിക്കും ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇവൻ മരിച്ച അച്യുതന്റെ മകനായിരുന്നു. അച്യുതന്റെ ഭാര്യ, അതായത് ഇവന്റെ അമ്മ, ഈ പയ്യൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. ഇവനെ വളർത്തിയതും അമ്മയെ പോലെ സ്നേഹിച്ചതും പരിചരിച്ചതും ഇവന്റെ ചേച്ചിയായിരുന്നു. ഇവന് ചേച്ചിയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു. എന്നാൽ പിതാവായ അച്യുതൻ എന്നും കള്ളുകുടിച്ച് ഇവനെയും ചേച്ചിയും ഉപദ്രവിക്കുമായിരുന്നു. അച്യുതന് മകൾ സംഗീതം പഠിക്കുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. അത് പറഞ്ഞ് അവളെ എന്നും അയാൾ ഉപദ്രവിച്ചിരുന്നു. ഇവന്റെ ചേച്ചിക്ക് വീണയുടെ കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ചേച്ചിയെ സന്തോഷിപ്പിക്കാനായി വീണയുടെ കളിപ്പാട്ടം വാങ്ങി ചേച്ചിക്ക് സമ്മാനിക്കാൻ പോയ ആ പയ്യൻ കാണുന്നത് അച്ഛൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതിൽ സങ്കടപ്പെട്ട് ആത്മഹത്യ ചെയ്ത് തൂങ്ങിയാടുന്ന ചേച്ചിയാണ്. അതുകണ്ട് മനസ്സാകെ തകർന്ന ആ പയ്യൻ അങ്ങനെ തനിക്കാകെയുണ്ടായിരുന്ന തന്റെ ചേച്ചി നഷ്ടപ്പെട്ടതിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ആ കൊച്ചു പയ്യൻ അവന്റെ അച്ഛനായ അച്യുതനെ കൊന്നുകളയുന്നു. അങ്ങനെ പൂർണ്ണമായും അനാഥനായ ആ പയ്യന് ആകെ കൂടെ ഉണ്ടായിരുന്നത് ചേച്ചിയുടെ റെക്കോർഡറും അതിലുണ്ടായിരുന്ന അവളുടെ വോയിസും മാത്രമായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ആ പയ്യനെ രത്നമ്മ മകനെ പോലെ വളർത്തി. അങ്ങനെ രത്നമ്മയുടെ സ്നേഹവും പരിചരണവും അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റി. അവൻ അവന്റെ എല്ലാ ദുഃഖങ്ങളും പകയും മറന്നു രത്നമ്മയുടെ മകനായി ജീവിച്ചു. എന്നാൽ രത്നമ്മ മരിച്ചപ്പോൾ അവൻ വീണ്ടും ചേച്ചിയെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു നാൾ അവൻ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്നും ചേച്ചി പാടാറുള്ള കീർത്തനം ഇവൻ കേട്ടു. അങ്ങനെ ഇവൻ സ്ഥിരം ആ വീടിന്റെ മുന്നിൽ പോയിരിക്കാൻ തുടങ്ങി. അന്നേരം ആർക്കെല്ലാമാണോ സംഗീതം ഇഷ്ടപ്പെടാതെ പെൺമക്കളെ വഴക്കു പറയുന്നത് അവരെ ഇവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വഴക്കു പറയുന്നവരിൽ ഇവൻ ഇവന്റെ അച്ഛനെ കാണാൻ തുടങ്ങി. അങ്ങനെ പെൺമക്കളെ പരസ്യമായി വഴക്കു പറയുന്ന അച്ഛന്മാരെ ടാർഗറ്റ് ചെയ്ത് ഇവന്റെ അച്ഛനെ കൊന്ന പോലെ അവരെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ കൊലയാളി ആരാണെന്ന് മനസ്സിലാക്കിയ സീതാറാം കില്ലറുടെ വീട്ടിലെത്തി അവന്റെ അളിയനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിൽ കില്ലർ സീതാറാമിനെ ആക്രമിക്കുന്നു. ശേഷം രണ്ടുപേരും മരണ ഫൈറ്റാണ്. അവസാനം സീതാറാം വേറെ വഴിയില്ലാതെ സ്വയരക്ഷയ്ക്കായി ആ സൈക്കോ കില്ലറെ കൊന്നുകളയുന്നു. അങ്ങനെ മരണപ്പെടുന്ന അവസാന നിമിഷത്തിൽ അവന്റെ ഓർമ്മയിലേക്ക് വരുന്നത് അവന്റെ ചേച്ചി മാത്രമാണ്. ചേച്ചിക്ക് അവൻ ചെറുപ്പത്തിൽ വാങ്ങിയ വീണ സമ്മാനിക്കുന്നതായൊക്കെ അവന് തോന്നുന്നുണ്ട്. അങ്ങനെ കില്ലർ അവിടെ മരിച്ചു വീഴുന്നു. കില്ലർക്ക് അവന്റെ ചേച്ചിയോടുള്ള അടങ്ങാത്ത സ്നേഹവും ചെറുപ്പത്തിൽ സംഭവിച്ച ട്രോമയുമാണ് ഇങ്ങനെയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ തന്റെ ഭർത്താവിനെ രക്ഷിച്ച സീതാറാമിനോട് അവന്റെ സഹോദരിക്കുള്ള പിണക്കമൊക്കെ മാറുന്നു. അങ്ങനെ ഏട്ടത്തിയും അനിയനും ഒന്നിക്കുന്നു. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എവിടേക്കോ തമിഴ് സിനിമയായ രാക്ഷസന്റെ ടച്ച് ഉള്ള പോലെ തോന്നും. എന്നിരുന്നാലും ഈ കന്നഡ സിനിമ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ കമന്റിലൂടെ അറിയിച്ചാൽ എന്നെ കൊണ്ടാവുന്ന വിധം ആ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.